നമ്മൾ നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്, നമ്മൾ പല പല ബേസുകളിൽ നിന്നും ഡെസിമലിലേക്കും ഡെസിമലിൽ നിന്ന് വേറൊരു ബേസിലേക്കും കൺവേർട്ട് ചെയ്യുന്നത്, നമ്പർ അഡിഷൻസ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചുകൂടിയും കാര്യങ്ങൾ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോവാണ്. കുറച്ച് ഡിഫറെന്റ് കോൺസെപ്റ്റുകളും കൂടി നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് LM represents a number L in base M number system, then what will be the value of 107 base 16 plus 257 base 16? Okay. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആണ്. ഈ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ഹെക്സാഡെസിമലിന്റെ അഡിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എന്താണ്, 107 നമ്മൾ എടുക്കുന്നു. 107 പ്ലസ് 257. ഓക്കെ, 107 പ്ലസ് 257 അതിനെ നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 7 പ്ലസ് 7 14 ആണ്. സോ 14 എന്ന് പറയുന്നത് ആക്ച്വലി ഹെക്സാഡെസിമലിലുണ്ട്, പക്ഷെ 14 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ എന്നൊരു നമ്പർ വെച്ചിട്ടാണ്. സോ 7 പ്ലസ് 7 14 കിട്ടും. 14 നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇ കൊടുക്കുന്നു. ദെൻ 0 പ്ലസ് 5 എന്ന് പറയുന്നത് 5 ഒരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്, അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റും. ദെൻ 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3 ആണ്, അതും ഹെക്സാഡെസിമൽ ആണ്, നമുക്ക് അതും അങ്ങനെ തന്നെ എഴുതാനായിട്ട് പറ്റും. സോ നമ്മുടെ വാല്യൂ എന്ത് കിട്ടും? 35E ബേസ് 16 എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഇവിടെ ബേസ് 16 വെച്ചിട്ട് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നിരിക്കുന്നത്, പക്ഷെ ആൻസേഴ്സിൽ വരുന്നത് എന്താണ്? നമ്മുടെ ബേസ് 10 ആണ് അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ഈ 35E എന്ന് പറയുന്ന ആ ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമ്മളൊരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ 35E നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അപ്പം ഏത് ബേസിലുള്ള നമ്പർ ആയാലും നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? റൈറ്റ് മോസ്റ്റ് നമ്പർ എടുക്കുക, ഇ ഇൻറ്റു ഏതാണോ തന്നിരിക്കുന്ന ബേസ് ആ ബേസ് എടുക്കുക, റേസ് ടു ദ പവർ 0 പ്ലസ് തൊട്ടടുത്ത ഡിജിറ്റ് എടുക്കുക, 5 ആണ്. 5 ഇൻറ്റു 16 റൈസ് ടു 1, കാരണം നമ്മൾ ആ തന്നിരിക്കുന്ന ബേസ് റൈസ് ടു ദ പവർ 1 പ്ലസ് 3 ഇൻറ്റു 16 റൈസ് ടു ദ പവർ 2. അപ്പൊ ഹെക്സാഡെസിമൽ നമ്പർ നമ്മൾ അഡിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒരു ബേസിൽ നിന്നുള്ള നമ്പർ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. സോ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഏത് ബേസ് ആണോ തന്നിരിക്കുന്നത് ആ ബേസ് റേസ് ടു ദ പവർ 0 മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഇ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 14 ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടും? 768 പ്ലസ് 80 പ്ലസ് 14 ആണ്. കാരണം 16 റൈസ് ടു 0 1 ആണ്, 14 ഇൻറ്റു 1 14 കിട്ടും. സോ ഇതിന്റെ ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടും? 862 ബേസ് 10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കേ, 862 ബേസ് 10 നമ്മുടെ ആൻസറിലെ ഉണ്ട്. അപ്പൊ അതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നോക്കിക്കേ, 862 ബേസ് 10 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് നമ്പർ സിസ്റ്റം? ദ ബൈനറി ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 57.625 ഈസ് 111,000.101, 145 base 6 equal to 75 base 10, 1011 base 2 plus 1001 base 2 equal to 20 base 10 and 65 base 10 equal to 220 base 5. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ നമ്പേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എടുത്ത് നമ്മൾ ചെയ്ത് നോക്കണം അല്ലെ? അപ്പം 57.625 അല്ലെ? അതിനെ നമ്മൾ, അത് ബേസ് 10 ആണ്, അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമ്മൾ ബേസ് 2ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആദ്യം നിങ്ങൾ എന്താ ചെയ്യുക? ഫ്രാക്ഷണൽ അല്ലാത്ത പാർട്ട് അല്ലെ, ഈ 57 എന്ന് പറയുന്ന ആ നമ്പർ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബേസ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു? നിങ്ങൾ റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്നും 1 2 4 8 16 32
64 അങ്ങനെ എഴുതി വരണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് 1 into 2 2, 2 into 2 4, 4 into 2 8 അങ്ങനെയാണ് ആക്ച്വലി ഇത് വരുന്നതിന്റെ കാര്യം ഈ 2 raised to 1, 2 raised to 0, 2 raised to 1, 2 square എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്നത് കൊണ്ട് അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് എക്സാമിന് വേണ്ടിയിട്ട് 1 2 4 8 16 32 64 എന്ന് പറഞ്ഞ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയാലും മതി. അപ്പൊ നമുക്ക് കിട്ടേണ്ട വാല്യൂ 57 അല്ലേ. അപ്പൊ ആ 57ന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, 64 നമുക്ക് എടുക്കണ്ടല്ലോ. സോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 32 തൊട്ട് നോക്കുക ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് ഈ 57 നമുക്ക് കിട്ടുക നോക്കാം. സോ 32 പ്ലസ് 16 പ്ലസ് 8 പ്ലസ് 1 ഇത്രയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 57 നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇതിൽ ചൂസ് ചെയ്ത നമ്പേഴ്സ് മാത്രം എന്തെടുക്കുക, നമ്മൾ 1 ഇടുക, അല്ലാത്ത നമ്പേഴ്സിനെല്ലാം നമ്മൾ 0 കൊടുക്കുക. അപ്പൊ 57ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1 1 1 0 0 1 എന്ന് നമുക്ക് കിട്ടി അല്ലെ. 1 1 1 0 0 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അത് നമ്മുടെ 57ന്റെ പാർട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 0.625നെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, 0.625നെ അത് ബേസ് 10 ആണ്, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യാ, 0.625 ഉണ്ട്. സോ 0.625 ഉണ്ട്. ആ 0.625 മൾട്ടിപ്ലൈഡ് ബൈ നമ്മൾ എന്തിലേക്കാ ചെയ്യാ, 0.625 ഇൻറ്റു നമ്മൾ എന്തിലേക്ക് എടുക്കുന്നു, ഇത് നമ്മൾ ബേസ് 10 ആണ്, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ബൈനറിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 625 ഇൻറ്റു 2 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 625 ഇൻറ്റു 2. സോ 625 ഇൻറ്റു 2 എത്രയാണ്, 1.250 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 1.250 എന്ന് നമുക്ക് കിട്ടും. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 0.250 എടുക്കുന്നു. ഈ 0.250 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും മൾട്ടിപ്ലൈഡ് ബൈ 2 ഇറ്റ് ഈസ് എന്താണ്, 0.500 എന്ന് കിട്ടും അല്ലെ. 250 ഇൻറ്റു 2 നമ്മൾ എടുക്കുന്നു, 500 3 പ്ലേസ് മാറ്റി നമ്മൾ പോയിന്റ് എടുക്കുന്നു. ദെൻ 0.500 എടുക്കുന്നു, ഇൻറ്റു 2 കിട്ടും. സോ ഇറ്റ് ഈസ് എന്താണ്, 1.000 എന്ന് കിട്ടും ആണല്ലോ. സോ അത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 101 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എവിടെ വരും, ഇപ്പൊ 111,101.101 എന്നാ കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, അതാണോ നമ്മുടെ ആൻസർ, 111,000 എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ, ആണ്. ഇപ്പൊ നിങ്ങൾ ഫ്രാക്ഷണൽ പാർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഈ 57 കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തെറ്റാണ്. കാരണം നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാ, 111,001 എന്ന. അപ്പൊ അത് തന്നെ നമുക്ക് അവിടെ തെറ്റാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 145 ബേസ് 6 ആണ് അല്ലെ. 145 ബേസ് 6 ആണ്. അതിനെ നമുക്ക് എന്തിലേക്കാ മാറ്റേണ്ടത്, ഡെസിമലിലേക്കാ മാറ്റേണ്ടത് അല്ലെ. നമുക്കറിയാം ഡെസിമലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എടുക്കുക, 5 ഉണ്ട്, ഇൻറ്റു ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ബേസ് ആ ബേസ് റൈസ് ടു ദ പവർ 0 പ്ലസ് 4 ഇൻറ്റു തന്നിരിക്കുന്ന ബേസ് റൈസ് ടു ദ പവർ 1. ഇവിടുന്ന് 0യിൽ തുടങ്ങി 1 2 അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ. 1 ഇൻറ്റു 6 റൈസ് ടു 2 എന്ന് നമുക്ക് കിട്ടും. സോ ഇറ്റ് ഈസ് 36 പ്ലസ് 24 പ്ലസ് 6 റൈസ് ടു 0 1 ആണ്. 5 ഇൻറ്റു 1 നമുക്ക് 5 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും, 65 ബേസ് 10 എന്നാ കിട്ടുക. ഓക്കെ, 65 ബേസ് 10 എന്നാ കിട്ടുക. സോ 65 ബേസ് 10 ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് 75 ബേസ് 10 ആണ്. അപ്പൊ അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റും. ഇനി തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, 1011 ബേസ് 2 അല്ലെ. 1011 ബേസ് 2 പ്ലസ് 1001 അല്ലെ. 1001 നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത്, 1 പ്ലസ് 1 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്, നമുക്ക് 0 കിട്ടും അല്ലെ. 1 പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആണ്, 0 കിട്ടും, 0 ആണ്, ക്യാരി ഓവർ 1 ആണ്. വീണ്ടും 1 പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആണ്, 0 പ്ലസ് 0 0 ആണ്. സോ 0 കിട്ടും, ക്യാരി ഓവർ 1 ആണ്.
ദെൻ 1 + 0 എത്ര കിട്ടും? 1 ആണ്. ഈ ബൈനറി അഡിഷൻ ഒക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ 1 + 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ആ 1 പ്ലസ് നമ്മുടെ ക്യാരി ഓവർ 1, നമ്മൾ 0 + 0 എന്ന് പറയുന്നത് 0, ആ 0 പ്ലസ് ക്യാരി ഓവർ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ 0 + 1 1 ആണ്. 0 + 1 1 ആണ്. ക്യാരി ഓവർ 0 ആണ്. ആൻഡ് 1 + 1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0 ആണ്. ക്യാരി ഓവർ 1 ആണ്. സോ ആ ക്യാരി ഓവർ നമ്മൾ നേരെ ഇവിടെ എടുത്ത് എഴുതുന്നു. ഇറ്റ് ഈസ് 1 0 1 0 0 എന്ന് കിട്ടും അല്ലെ? 1 0 1 0 0 എന്ന് കിട്ടും. പക്ഷെ ഇത് നോക്കിക്കേ, ഇത് ബേസ് 2-ല് നമുക്ക് കിട്ടുന്നല്ലേ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? ഇവിടെ ബേസ് 2-ൽ നിന്നും ബേസ് 10-ലേക്കാണ് നമുക്ക് ആൻസർ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 1 0 1 0 0 നമുക്ക് കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ഡെസിമലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലെ? 1 0 1 0 0 അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ 1 2 4 8 16 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുക. അതിൽ 1 ഉള്ള നമ്പേഴ്സ് മാത്രം ഒന്ന് റൗണ്ട് ചെയ്യുക, അത് മാത്രം ആഡ് ചെയ്യുക. സോ ഇവിടെ 16-ഉം 4-ഉം ആണ്. അതെന്ത് കിട്ടും? 20 ബേസ് 10 എന്ന് കിട്ടും. ഓക്കെ, അത് തന്നെയല്ലേ ആൻസർ കിട്ടുക? ആണ് അല്ലെ? സംശയമൊന്നുമില്ല, അത് തന്നെയാണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് ട്രൂ അബൌട്ട് നമ്പർ സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? സോ ഇനി നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇത് ഒന്ന് ചെയ്ത് നോക്കാം. 65 ബേസ് 10-നെ നമുക്ക് എന്താണ്? ബേസ് 5-ലേക്കാണ് നമുക്ക് മാറ്റേണ്ടത് അല്ലെ? ബേസ് 5-ലേക്ക് നമുക്ക് മാറ്റി നോക്കാം. 65 ബേസ് 10 ആണ്. അതിനെ ബേസ് 5-ലെ ഒരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ അത് വേറൊരു ബേസിലേക്ക് നമ്മൾ മാറ്റാനാണെങ്കിൽ ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 65 ഡിവൈഡഡ് ബൈ ഏത് ബേസിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്? 5-ാമത്തെ ബേസിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത് അല്ലെ? അപ്പൊ 65/5 ആണ്. സോ അവിടെ എന്ത് കിട്ടും? 13 × 5 65 0 ആണ്. വീണ്ടും നമുക്ക് എന്താണ്? 5 കിട്ടും അല്ലെ? വീണ്ടും 5 കൊണ്ട് ചെയ്യാം. സോ 2 × 5 10 ആണ്. ബാലൻസ് ഒരു 3 വരും. നമ്മൾ എങ്ങനെയാ ചെയ്യാ? ഇങ്ങനെയല്ലേ എടുക്കുക. സോ ഇറ്റ് ഈസ് 230 ബേസ് 5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 65 ബേസ് 10 എന്ന് പറയുമ്പോൾ അവിടെ 230 ബേസ് 5 ആ വരിക, 220 അല്ല. അപ്പൊ ആ ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് റോങ് ആയിട്ട് എടുക്കാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? സിയിലേക്ക് വരും. ഓക്കെ ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 124 ബേസ് 8 പ്ലസ് 165 ബേസ് 8. ഓക്കെ, 124 ബേസ് 8 പ്ലസ് 165 ബേസ് 8 ആണ് അല്ലെ? സോ നമ്മൾ എങ്ങനെയാ ആഡ് ചെയ്യുക? ഒക്ടാൽ നമ്പർ സിസ്റ്റം ആണ്. 5 + 4 എന്ന് പറയുന്നത് 9 ആണ്. 9 ഒരു ഒക്ടാൽ നമ്പർ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 9-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 × 8 8. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 1 ബാലൻസ് ഇവിടെ ഇടുന്നു. സോ ഇവിടെ ഒരു 1 ആണ്. ബാലൻസ് 1 ഇവിടെ ഇടുന്നു. അതായത് ഈ 1 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. റിമൈൻഡർ ആണ്, നമ്മൾ ഈ ക്വോഷ്യന്റ് ആണ് നമ്മൾ റിമൈൻഡർ ആയിട്ട് എടുക്കേണ്ടത്. ദെൻ വീണ്ടും 6 + 2 8 ആണ്. 8 + 1 9 ആണ്. 9 ഒക്ടാലിൽ ഇല്ല. അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ വരത്തുള്ളൂ. അപ്പൊ അവിടെയും വീണ്ടും 1 1 എന്ന് കിട്ടും. ദെൻ 1 + 1 2 2 + 1 എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. സോ ഇവിടെ നോക്കിക്കേ, നമുക്ക് കിട്ടുന്നത് 311 ബേസ് 8 എന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. 300 ബേസ് 11 8 ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അത് ആൻസർ ആയിട്ട് എടുക്കാം. അതല്ല ബേസ് 10-ലാണ് ഓപ്ഷൻസ് കിടക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ബേസ് 10-ലേക്ക് കൺവേർട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ ഇപ്പം ഒരു ബേസിൽ നിന്നും ഇപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം ഒരു ബേസിൽ നിന്നും ഡെസിമലിലേക്കോ ഡെസിമലിൽ നിന്നും വേറൊരു ബേസിലേക്കും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇതല്ലാതെ തന്നെ ഒരു ബേസിൽ നിന്നും ഡെസിമൽ അല്ലാത്ത ഒരു ബേസിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരാം. അതായത് ഇപ്പം 132 ബേസ് 4 അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ ബേസ് 6-ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തരാം. ഇപ്പൊ 132 ബേസ് 4 ഈക്വൽ ടു 32 ബേസ് 6 ആണോ
ഏതാണോ എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് 2 സ്റ്റേറ്റ്മെന്റ്സ് തരാം. അതിൽ 132 ബേസ് ഈക്വൽ ടു 32 ബേസ് 6 എന്നും അതുപോലെ 48 ബേസ് 7 ഈക്വൽ ടു 32 ബേസ് 6 എന്നും എന്ന് തന്നിട്ട് എന്താണ് ഇതിൽ ഏതാ ശരി അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്സും ശരി എന്ന് പറയുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. അപ്പൊ അങ്ങനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യും. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 132 ബേസ് 4 ഉണ്ട് അല്ലെ, ആ ബേസ് 4 ഇരിക്കുന്ന നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബേസ് 6ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ അല്ലേ അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ, അതായത് ഒരു ബേസിൽ നിന്നും ഡെസിമൽ അല്ലാത്ത ഒരു ബേസിലേക്ക് മാറ്റാനാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ തന്നിരിക്കുന്ന ബേസിനെ ആദ്യം എന്ത് ചെയ്യുക, ഡെസിമലിലേക്ക് നമ്മൾ മാറ്റുക. അപ്പം ഡെസിമലിലേക്ക് നമ്മൾ മാറ്റുന്നത് എങ്ങനെയാ, 132 ബേസ് 4 നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ എടുക്കും, 2 into 4⁻0 അല്ലെ. റൈറ്റ് മോസ്റ്റ് എടുക്കുന്നു, ഏതാണോ ബേസ് തന്നിരിക്കുന്ന ബേസ് ആ ബേസ് റൈസ് ടു ദ പവർ 0. സോ 2 into 4⁻0 പ്ലസ് 3 into 4⁻1 പ്ലസ് 1 into 4 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് 16 പ്ലസ് 12 പ്ലസ് 2 എന്ന് നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് 30 ബേസ് 10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ 132 4 ബേസിനെ നമുക്ക് ഒരു 6 ബേസിലുള്ള ബേസ് 6 നമ്പർ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ മാറ്റേണ്ടതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആ തന്നിരിക്കുന്ന ബേസിനെ, ക്വസ്റ്റ്യനിലുള്ള ബേസിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 30 ബേസ് 10 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു ബേസിനെ, അതായത് ഈ 30 ബേസ് 10നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ 6 ബേസിലേക്ക് മാറ്റിയാൽ മതി. സോ 30 ബേസ് 10 നമുക്കുണ്ട്. ഡെസിമലിനെ നിങ്ങൾക്ക് ഏതൊരു നമ്പറിലേക്കും അല്ലെങ്കിൽ ഏതൊരു ബേസിലേക്ക് നമുക്ക് മാറ്റുന്നത് എങ്ങനെയാണ്, ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പം 6ലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 6 ബേസിലേക്കാണ് നമുക്ക് മാറ്റേണ്ടതെങ്കിൽ ആ 6 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. സോ 5 into 6 30 അല്ലെ, 30 എന്ന് കിട്ടും, 0 എന്ന് കിട്ടും അല്ലെ, അതിന്റെ റിമൈൻഡർ 0. സോ അതിന്റെ വാല്യൂ എത്രയാണ്, 50 ബേസ് 6 എന്ന് നമുക്ക് കിട്ടും. സോ 132 ബേസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസ് 6ലേക്ക് മാറ്റുമ്പോൾ എന്ത് കിട്ടും, 50 ബേസ് 6 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ബേസിൽ നിന്ന് മറ്റൊരു ബേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആദ്യം ഒരു ബേസ് ഉണ്ടാവും, ഒരു ബേസ് നമ്പർ സിസ്റ്റം, ഏതെങ്കിലും ഒരു ബേസിൽ ഒരു നമ്പർ സിസ്റ്റം ഉണ്ടായിരിക്കും. അത് 4 ആവാം, 5 ആവാം, 7 ആവാം, അത് എന്ത് വേണോ ആവാം. ആ നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെസിമലിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യുക. ഡെസിമലിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ ഏതാണോ ചോദിച്ചിരിക്കുന്നത്, ഏതാണോ നമുക്കൊരു റിക്വയർഡ് ബേസ് ഏതാണോ ആ ഒരു ബേസിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. സോ ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ അഡീഷണൽ ടോപ്പിക്സിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ എല്ലാവരും ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കുക, മാർക്ക് സ്കോർ ചെയ്യുക. ആൻഡ് താങ്ക് യു.